നമസ്കാരം. എല്ലാവർക്കും അർജുൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാം വീടുകളിലൊക്കെ ആണികളും കത്തിയും അതുപോലെ തുന്നൽ സൂചികളൊക്കെ തുരുമ്പ് കയറാറുണ്ട്. ഈ തുരുമ്പൊക്കെ നീക്കം ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്താലാണ് നമ്മുടെ ആണികളിലൊക്കെയുള്ള അല്ലെങ്കിൽ കത്തികളിലുള്ള സൂചികളിലുള്ള തുരുമ്പൊക്കെ നമുക്ക് എങ്ങനെ നീക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്കൊന്ന് നോക്കാം. ആദ്യം ആണി തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിൽ നമുക്ക് അല്പം മണ്ണെണ്ണ ഒഴിച്ച് അതിൽ ഈ ആണികളൊക്കെ ഇട്ട് വച്ചാൽ തുരുമ്പ് പിടിക്കുന്ന പ്രവണത മാറിക്കിട്ടുന്നതാണ്. അടുത്തതായി തയ്യൽ സൂചികളിൽ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കുപ്പിയിൽ തുല്യ ഭാഗം വെളിച്ചെണ്ണയും മണ്ണെണ്ണയും നിറച്ച് അതിൽ സൂചികളിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ സൂചികളിലുള്ള തുരുമ്പ് പിടിക്കുന്ന പ്രവണത ഒഴിവായി കിട്ടുന്നതാണ്. അതുപോലെ തുരുമ്പ് പിടിച്ച സൂചി വൃത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അല്പം മണ്ണെണ്ണ എടുത്ത് സൂചി അതിലിട്ട് വയ്ക്കുക. 3-4 ദിവസം കഴിഞ്ഞ് സൂചി എടുത്ത് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയാൽ അതിലുള്ള തുരുമ്പൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഇനി കറിക്കത്തിയൊക്കെ ഉപയോഗിക്കാതെ വളരെ നാൾ സൂക്ഷിച്ച് വെക്കേണ്ടി വരുമ്പോൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ നമുക്ക് കത്തിയിൽ കുറച്ച് വാസ്നല്ലോ ഗ്രീസോ പുരട്ടിയാലൊക്കെ മതിയാകും. അതുപോലെ തുരുമ്പ് പിടിച്ച ഇരുമ്പ് കത്തികളൊക്കെ വൃത്തിയാക്കാൻ ഒരു സവാള നെടുകെ മുറിച്ച് കത്തിയിൽ നന്നായി ഉരച്ച ശേഷം തുണി കൊണ്ട് തുടച്ചാലും കത്തികളിലൊക്കെ പിടിച്ചിരിക്കുന്ന തുരുമ്പ് നമുക്ക് മാറിക്കിട്ടുന്നതാണ്. ഇനി കത്തിയിലേക്ക് തുരുമ്പ് പിടിക്കുമ്പോൾ ഉപയോഗം കഴിയുമ്പോൾ കത്തിയിൽ അല്പം എണ്ണ പുരട്ടി ഇതിന് ശേഷം പ്ലാസ്റ്റിക് കവറിലിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചാലും കത്തികളിലൊക്കെ തുരുമ്പ് പിടിക്കാതെ നമുക്ക് വയ്ക്കാവുന്നതാണ്. തുരുമ്പെടുത്ത പൂട്ടുകളൊക്കെ അല്പം എണ്ണ താക്കോലിൽ പുരട്ടിയ ശേഷം ഒന്ന് തുറന്നു നോക്കുകയാണെങ്കിൽ ആ പൂട്ടൊക്കെ പ്രയാസം കൂടാതെ തുറക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സൂചിയിലും അതുപോലെ കത്തിയിലൊക്കെയുള്ള തുരുമ്പൊക്കെ മാറ്റുവാൻ വേണ്ടിയിട്ട് ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരുന്നെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും